ലോകം അനിശ്ചിതത്വത്തിലൂടെ കടന്നു പോകുന്നതിനിടെ ആഗോള സമാധാനത്തിന് വേഗം പകരാൻ ഹിന്ദു ധർമ്മത്തിന് കഴിയുന്നുവെന്ന് സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. ഗ്രാവിറ്റി നിലനിൽക്കുന്നത് പോലെ തന്നെ ധർമ്മവും ഇവിടെ നിലനിൽക്കും. എല്ലാവരുടെയും സൗഖ്യമാണ് നമ്മുടെ കാതലായ തത്വം. എല്ലാ ഹിന്ദു സമൂഹത്തെയും ഒരുമിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. പഞ്ചപരിവർത്തൻ മന്ത്രം സമൂഹത്തെ പരിവർത്തനം ചെയ്യുന്നതിന് സ്വയം സേവകർ ഏറ്റെടുക്കുന്ന അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണെന്നും സർസംഘ് ചാലക് കൂട്ടിച്ചേർത്തു. സംഘത്തിൻ്റെ ശതാബ്ദി വർഷത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ നടക്കുന്ന സംവാദ പരമ്പരയുടെ 2ാം ദിവസം സംസാരിക്കുകയായിരുന്നു RSS സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. ഡൽഹിയിലെ വിഗ്യാൻ ഭവനിലാണ് ഈ പൊതുപരിപാടി പുരോഗമിക്കുന്നത്. ശ്രീകാന്ത് നൽകും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. ശ്രീകാന്ത്, ഇന്നലെ ഈ സംവാദ പരമ്പര തുടങ്ങുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ സംഘത്തിൻ്റെ രാഷ്ട്രസങ്കല്പം എന്താണ് എന്ന കാര്യത്തെപ്പറ്റിയാണ് അദ്ദേഹം ആദ്യ ദിവസം വിശദീകരിച്ചത്. ഇന്നിപ്പോൾ 2ാം ദിനം ഈ സംവാദ പരമ്പര തുടരുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഏതൊക്കെ വിഷയങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ശ്രീകാന്ത്. ഗൗതം, ഈ 2ാം ദിവസം ഹിന്ദുത്വവും സ്വയംസേവകരെ കുറിച്ചുമാണ് ഇന്ന് അദ്ദേഹം കൂടുതലായും പറയുകയുണ്ടായത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, എതിർക്കുന്ന ആളുകളാണെങ്കിൽ പോലും അത് ഹിന്ദുക്കളാണ്, അവർ പക്ഷേ RSSനെ എതിർക്കുന്നവരാണ്. എന്നിരുന്നാൽ പോലും അവരെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് RSS പ്രവർത്തിക്കുന്നത് എന്ന് മോഹൻ ഭാഗവത് സർസംഘ് ചാലക് ഇന്ന് പറയുകയുണ്ടായി. മാത്രമല്ല, സംഘത്തിൽ യാതൊരു തരത്തിലുള്ള പ്രലോഭനങ്ങളും ആർക്കും നൽകാറില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ സ്വയംസേവകർ ചെയ്യുന്ന കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നതിനാണ് അവർ തുടർച്ചയായി പ്രവർത്തിക്കുന്നത് എന്ന് സർസംഘ് ചാലക് മോഹൻ ഭാഗവത് പറയുന്നുണ്ട്. മാത്രമല്ല, അവരുടെ പ്രവർത്തനം ലോകക്ഷേമത്തിനായി സമർപ്പിതമാണെന്ന സത്യമാണ് അവരെ പ്രചോദിപ്പിക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ലക്ഷ്യത്തിനായുള്ള സമർപ്പണം അതാണ് RSSൻ്റെ അടിത്തറ എന്നും മോഹൻ ഭാഗവത് പറയുന്നു. അതായത്, എന്താണ് RSSൻ്റെ പ്രവർത്തന രീതി എന്നും അതിൽ പ്രവർത്തിക്കുന്ന സ്വയംസേവകർ ഏത് തരത്തിലാണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതിൻ്റെ പ്രവർത്തന പദ്ധതി എന്താണ് എന്നുമാണ് മോഹൻ ഭാഗവത് ഈ 2ാം ദിനം പ്രധാനമായും എടുത്തു പറഞ്ഞത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം മറ്റ് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. ലോകം അനിശ്ചിതത്വത്തിലൂടെ കടന്നു പോകുന്ന ആഗോള പരിതസ്ഥിതിയുണ്ട്. അവിടെ സമാധാനത്തിന് വേഗം പകരാൻ ഹിന്ദു ധർമ്മത്തിന് മാത്രമേ കഴിയൂ എന്ന് അദ്ദേഹം ഇന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സൗഖ്യമാണ് നമ്മുടെ കാതലായ തത്വം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ ഹിന്ദു സമൂഹത്തെയും ഒരുമിപ്പിക്കുകയെന്ന ലക്ഷ്യം നേടുന്നതുവരെ മുന്നോട്ട് പോകണമെന്ന ആഹ്വാനം ഇന്ന് സർസംഘ് ചാലക് നടത്തിയിട്ടുണ്ട്. പഞ്ചപരിവർത്തനമെന്ന മന്ത്രം സമൂഹത്തെ പരിവർത്തനം ചെയ്യുന്നതിന് സ്വയംസേവകർ ഏറ്റെടുക്കുന്ന അടുത്ത ദൗത്യമാണെന്നും സർസംഘ് ചാലക് ചൂണ്ടിക്കാട്ടി. 3 ദിവസം നീളുന്ന പ്രഭാഷണ പരിപാടിയാണ്. അതിൽ വിവിധ തുറകളിലുള്ള പ്രമുഖരായ പ്രഗത്ഭരായ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ക്ഷണിതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. RSSൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായാണ് ഈ സംവാദ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശതാബ്ദി വർഷത്തോടനുബന്ധിച്ച് സംഘത്തിൻ്റെ സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഡൽഹിയിൽ സംവാദ പരിപാടിക്ക് നേതൃത്വം നൽകുകയാണ്. ഡൽഹി വിഗ്യാൻ ഭവനിൽ നടക്കുന്ന ഈ പരിപാടിയുടെ 2ാം ദിവസത്തിൽ ഇന്ന് അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ നിലപാടുകൾ വിശദീകരിക്കുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് ഡൽഹിയിൽ നിന്ന് ശ്രീകാന്ത്.